ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, മത അധ്യാപകരെ, ചുങ്കക്കുന്നിടവകയിലെ എൻ്റെ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, ഭാരത കത്തോലിക്ക സഭയ്ക്ക് ഇന്ന് സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ദിവസമാണ്. ഭാരതത്തിൻ്റെ പ്രഥമ വിശുദ്ധയും സഹനപുഷ്പവുമായ വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ നാം ഇന്ന് ആഘോഷിക്കുകയാണ്. ആദ്യമേ തന്നെ എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ അൽഫോൻസാമ്മയുടെ തിരുനാൾ മംഗളങ്ങൾ നേരുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഈശോ പറയുന്നു, ഇവൻ അന്ധനായി ജനിച്ചത് ആരും പാപം ചെയ്തതുകൊണ്ടല്ല, പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. ഇപ്രകാരം ദൈവത്തിൻ്റെ പ്രവൃത്തി സ്വന്തം ജീവിതത്തിൽ പ്രകടമായ ഒരു വ്യക്തിയാണ് ഞാനും. ജന്മനാ തന്നെ എൻ്റെ ഇരു കാൽപാദങ്ങളും ഉള്ളിലേക്ക് വളഞ്ഞാണ് ഞാൻ ജനിച്ചത്. അതോടൊപ്പം തന്നെ അരയ്ക്ക് താഴോട്ട് ബലമില്ലാത്ത ഒരവസ്ഥയും. ജനിച്ചതിന് പിറ്റേന്ന് തന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി എൻ്റെ കാലിനും അതുപോലെ തന്നെ അരയ്ക്ക് താഴോട്ടുള്ള ഭാഗവും മുഴുവൻ പ്ലാസ്റ്റർ ഇട്ടു. വളഞ്ഞിരുന്ന കാൽപാദങ്ങൾ നിവർത്തി നേരെയാക്കിയിട്ടാണ് പ്ലാസ്റ്റർ ഇട്ടത്. എന്നാൽ പ്ലാസ്റ്ററിന് അലർജി മൂലം അധികം ദിവസം പ്ലാസ്റ്റർ കാലിൽ കിടക്കുകയില്ലായിരുന്നു. അലർജി കൊണ്ട് പ്ലാസ്റ്റർ വെട്ടിമാറ്റേണ്ടി വന്നു. 2-3 തവണ ഇങ്ങനെ പ്ലാസ്റ്റർ വെട്ടിമാറ്റിയിട്ടിട്ടും ശരിയാകാത്തത് കൊണ്ട് ഡോക്ടർമാർ ആ ഉദ്യമം ഉപേക്ഷിച്ചു. പിന്നീട് അവർ പറഞ്ഞ ഒരു മാർഗം ഒരു സർജറി ആയിരുന്നു. എന്നാൽ ആ സർജറി കാലിലെ കുതിഞ്ഞരമ്പുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് പിന്നീട് ബുദ്ധിമാന്ദ്യം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്നവർ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ സർജറി വേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് എൻ്റെ മമ്മിയുടെ ഇടവകയായ ഫാത്തിമപുരം പള്ളിയിലെ വികാരിയായിരുന്ന ഫാദർ ജോസ് വള്ളോമ്പുരയിടം അച്ഛൻ എന്നെ ഒരു ദിവസം കാണാൻ വന്നതും ഭരണങ്ങാനത്ത് പോയി പ്രാർത്ഥിക്കാൻ പറയുന്നതും. അങ്ങനെ ഇരിക്കെ ഒരു ശനിയാഴ്ച ഞങ്ങൾ ഭരണങ്ങാനത്തേക്ക് പോയി. രാവിലെ മുതൽ ഉച്ചവരെ ഞങ്ങൾ കബറിടത്തിങ്കിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. എന്നെ കബറിടത്തിങ്കിൽ കിടത്തി അവർ 3 പേരും കബറിടത്തിന് ചുറ്റുമിരുന്ന് പ്രാർത്ഥിച്ചു. കണ്ണീരൊഴുക്കിയാണ് അവർ പ്രാർത്ഥിച്ചത്. തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. എന്നിട്ട് സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് പപ്പായുടെ മമ്മിയുടെ നടുവിൽ നിലത്തിരിക്കുകയായിരുന്ന ഞാൻ പെട്ടെന്ന് അവരുടെ 2 പേരുടെയും തോളത്ത് പിടിച്ചുകൊണ്ട് ചാടി എണീറ്റ് നിന്നു. ജന്മനാ തന്നെ നടക്കാൻ വയ്യാതെയും അതുപോലെ തന്നെ ഇരു കാൽപാദങ്ങളും വളഞ്ഞ് അരയ്ക്ക് താഴോട്ട് ബലവുമില്ലാതിരുന്ന എനിക്ക് 2 വയസ്സായിട്ടും നടക്കാൻ സാധിക്കുകയില്ലായിരുന്നു. എന്നാൽ ആ ഒരു നിമിഷം തന്നെ 2 പേരുടെയും തോളത്ത് പിടിച്ചുകൊണ്ട് ഞാൻ ചാടി എണീക്കുകയും നടക്കാനും തുടങ്ങുകയും ചെയ്തു. പിറ്റേന്ന് തന്നെ മാതാപിതാക്കൾ ഇക്കാര്യം വികാരിച്ചിനെ അറിയിച്ചു. വികാരിച്ചിൻ്റെ നിർദ്ദേശപ്രകാരം ഭരണങ്ങാനത്ത് അന്ന് വൈസ് പോസ്റ്റേറ്ററായിരുന്ന ഫാദർ ഫ്രാൻസിസ് വടക്കേലച്ഛനെ ഇക്കാര്യം അറിയിച്ചു. അച്ഛനാണ് പിന്നീട് അങ്ങോട്ടുള്ള ഇതിൻ്റെ നാമകരണ നടപടികൾക്കുള്ള ചടങ്ങുകൾ അല്ലെങ്കിൽ അതിൻ്റെ നടപടികൾ ആരംഭിക്കുന്നത്. അങ്ങനെ 2008 ഒക്ടോബർ 12-ാം തീയതി റോമിൽ വെച്ച് അൽഫോൻസാമ്മയെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചു. അന്ന് ആ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനായിട്ട് എനിക്കും മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ എൻ്റെ സഹോദരനും സാധിച്ചു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 22-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഈ ഒരു വചനത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് എൻ്റെ ഈ ജീവിതം. എൻ്റെ ഈ ജീവിത സാക്ഷ്യം നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവയ്ക്കാൻ എനിക്ക് അവസരം തന്ന ബഹുമാനപ്പെട്ട വൈദികർക്കും മിഷൻ ലീഗ് ഭാരവാഹികൾക്കും ചുങ്കക്കുന്നിടവകയ്ക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.